ഇന്നത്തെ വീഡിയോ ചെറുപയർ ഉപയോഗിച്ചുണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റിലുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് അരച്ചെടുത്ത ഉടനെ തന്നെ റെഡിയാക്കാം. മാവ് പൊങ്ങി വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ നൽകിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 1 കപ്പ് ചെറുപയറാണ്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ 1 കപ്പ് ചെറുപയറിലേക്ക് 1/2 കപ്പ് ഉഴുന്നും 1/2 കപ്പ് പച്ചരിയും എടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് ഈ ചെറുപയറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉലുവ എടുക്കുന്നുണ്ട്. താല്പര്യമില്ലാത്തവർക്ക് ഉലുവ ഒഴിവാക്കാം. ഇനി നമുക്കിത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിനിമം 4 മണിക്കൂർ കുതിർത്ത് വെക്കണം. ഇനി ഇത് കുതിർന്നു വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകളും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞു. ഇത് നന്നായി കുതിർന്നു വന്നു. ഇനി ഈ വെള്ളം ഒന്ന് മാറ്റി വെക്കണം. ഈ വെള്ളം ഉപയോഗിച്ച് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് 4 അല്ലി വെള്ളുള്ളിയും 3 പച്ചമുളകും ഞാൻ എടുക്കുന്നുണ്ട്. ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് റെഡ് ചില്ലി വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറും ഞാൻ ഈ ടൈമിൽ ചേർക്കുന്നുണ്ട്. നമ്മളിത് അരച്ചെടുത്ത ഉടനെ ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ചോറ് ചേർക്കേണ്ടതുള്ളൂ. നമ്മളിത് പൊങ്ങാനൊക്കെ വെച്ച് കുറച്ച് ടൈം കഴിഞ്ഞാണ് ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുത്തു വച്ചിരുന്ന ഇൻഗ്രീഡിയൻസുകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് 3/4 സ്പൂൺ കായത്തിൻ്റെ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പയർ കുതിർക്കാൻ ഉപയോഗിച്ച് മാറ്റി വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് 1/4 കപ്പ് വെള്ളം ഈ ടൈമിൽ ചേർത്തു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായി അരച്ചെടുത്തു. ഈ ടൈമിൽ ഇതിൽ അല്പം വെള്ളം കുറവുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ദോശ റെഡിയാക്കാനുള്ള തവ ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ തവ നന്നായി ചൂടായി വന്നു. ഇനി നമുക്ക് ദോശയുണ്ടാക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 1 തവി മാവ് ദോശയുടെ ഷേപ്പിൽ കനം കുറച്ച് പരത്തിയെടുക്കണം. ഇനി ദോശ ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം അല്പം ഓയിലോ നെയ്യോ പുരട്ടിക്കൊടുക്കണം. ഇപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡിയായി. ഞാനിത് 1 മിനിറ്റ് ഒന്ന് തിരിച്ചിടുന്നുണ്ട്. ഞാൻ ദോശ തിരിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ദോശ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ദോശ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു ദോശയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് സൈഡ് ഡിഷായി ഞാൻ ഉപയോഗിക്കുന്നത് ഗാർലിക് പേസ്റ്റും ചേന കൊണ്ടുള്ളൊരു ചട്നിയുമാണ്. ചേന ഉപയോഗിച്ചുള്ള ചട്നിയുടെ വീഡിയോ ഞാനിപ്പോൾ എടുത്തിട്ടില്ല. അടുത്ത ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. നല്ല ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. ഗാർലിക് പേസ്റ്റ് റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ലിങ്ക് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇത് തന്നെ ഇതിന് സൈഡ് ഡിഷായി ഉപയോഗിക്കണം എന്നില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തേങ്ങാ ചട്നിയും ചമ്മന്തിയൊക്കെ ഇതിന് ഉപയോഗിക്കാം. പക്ഷേ ഈ റെസിപ്പി നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുമ്പോൾ ഈ ദോശയ്ക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചേന കൊണ്ടുള്ള ഈ ചട്നി ചോറിനും ദോശക്കും ചപ്പാത്തിക്കും ഇഡ്ലിക്കും ഒക്കെ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ഞാനിതിൻ്റെ വീഡിയോ അധികം വൈകാതെ അപ്ലോഡ് ചെയ്യാം. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.